വേഗം ഇവിടെ നിന്ന് പൊയ്ക്കോ. പോകാൻ. ദേവുട്ടി ഭയപ്പെടണ്ട കേട്ടോ. നിങ്ങൾ വേഗം ദേവൂട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. കൂടുതൽ സമയം ഇവിടെ നിൽക്കണ്ട. അപ്പോ നിങ്ങളോ? ഞങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വേഗം ദേവൂട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ദേവൂട്ടി വിഷമിക്കണ്ട, നമുക്ക് അവരെ രക്ഷിക്കാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളില്ലേ കൂടെ. ചേച്ചി വാ, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം. വാ. ഹലോ തമ്പി സാറേ, ഇത് വിക്രമനാ. നീ എന്താ വിക്രമ ഈ നേരത്ത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? സാറേ, ആകെ കുഴപ്പമായി. ആ സന്ദീപ് ദേവൂട്ടിയായി കടന്നു കളഞ്ഞു. ഹാട്ട്, നീ എന്താ പറയുന്നേ? സന്ദീപ് ദേവൂട്ടിയായിട്ട് കടന്നു കളഞ്ഞെന്നോ? എവിടേക്ക്? എങ്ങനെ? അതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സാറേ. ഇവിടെ നല്ല ടൈറ്റ് സെക്യൂരിറ്റിയിലാ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത്. പക്ഷേ അവിടേക്ക് ആ സന്ദീപും നാഗപ്പൻ ചേട്ടന്റെ മോനും ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടി വന്ന് ആകെ അലമ്പായി. എല്ലാവരെയും തല്ലിച്ചതച്ച് ദേവൂട്ടിയുമായി അവർ കടന്നു കളഞ്ഞു. ഘോര ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക സാറേ. എല്ലാ പദ്ധതിയും സന്ദീപ് കാരണം പൊളിഞ്ഞതിന്റെ നിരാശയിലാ ആള്. ഞാൻ നിന്നെ വിളിക്കാം. ആര് തമ്പിയേട്ട ഈ രാത്രിയിൽ വിളിച്ച്? കാര്യങ്ങള് നമ്മുടെ കൈവിട്ടു പോയി ശ്രീകലേ. നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങൾ. തമ്പിയേട്ടൻ വിഷയം എന്താന്ന് വെച്ചാ പറ. അത് സന്ദീപ് ദേവൂട്ടിയും കൊണ്ട് എങ്ങോട്ടോ കടന്നു കളഞ്ഞെന്ന്. എന്റെ ദൈവമേ, ഞാൻ എന്താ തമ്പിയേട്ട ഈ കേൾക്കുന്നേ? തമ്പിയേട്ട സത്യമാണോ ഈ പറയുന്നേ? അതേ ശ്രീകലേ, അവനും അവന്റെ ചില കൂട്ടുകാരും കൂടി ആസൂത്രണം ഇട്ട പദ്ധതിയായിരുന്നു ഇതെന്ന്. അവനെ തട്ടിക്കൊണ്ടുപോയത് പോലും ഇതുമായി ബന്ധപ്പെട്ട നാടകത്തിന്റെ ഒരു ഭാഗമായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നേ? എനിക്കിനി ഒന്നും കേൾക്കണ്ട. അത് തന്നെയാ എന്റെ അവസ്ഥ. ഇനി ഈ കോപ്രായങ്ങളൊക്കെ കാണാൻ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവനെ അവന്റെ പാട്ടിന് വിട്ടേക്ക്. അറിഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നാളെ സന്ദീപ് ദേവൂട്ടിയുടെ കല്യാണം മുടക്കാൻ പോലും ചാൻസ് ഉണ്ട്.